ഗുഡ് മോർണിംഗ് ജീസസ് താങ്കളെ വീണ്ടും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബുദ്ധിയില്ലാത്ത ആരാധനക്കാരോ എന്ന നമ്മുടെ പരമ്പരയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഇസ്രായേൽ ജനത മരുഭൂമിയിൽ നടത്തിയ കാളക്കുട്ടി ആരാധനയുടെ വിശകലനമാണ്. ഇതിനെ വിഗ്രഹാരാധനയെന്ന് അടിസ്ഥാനപരമായി പറയാമെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ജനതയുടെ ദുശാഠ്യത്തിന്റെയും ദൈവത്തോടുള്ള മത്സരത്തിന്റെയും ദൈവത്തെ വിട്ടുള്ള പിന്മാറ്റത്തിന്റെയും ഒരു ചരിത്രം കൂടിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാളക്കുട്ടി ആരാധനയെ പറ്റി പ്രതിപാദിക്കുന്നത്. എന്നാൽ ആ ജനതയുടെ പാപത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം മുതൽ നമ്മൾ പഠിക്കുമ്പോഴാണ് അതിന്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. 19-ാം അധ്യായത്തിൽ ദൈവമായി ഇസ്രായേൽ ജനതയ്ക്ക് മുമ്പാകെ പർവ്വതത്തിൽ സർവശക്തനായി പ്രത്യക്ഷപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് കാളക്കുട്ടിയുടെ രൂപത്തിലല്ല. ഇസ്രായേൽ ജനത മുഴുവൻ കണ്ടറിഞ്ഞതാണ് ദൈവത്തിന്റെ സർവശക്തി. ഇനി 20 തൊട്ട് 23 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദൈവം അവർക്ക് പ്രമാണങ്ങൾ നൽകി കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ പ്രമാണത്തിൽ വിഗ്രഹാരാധനയും അന്യദേവന്മാരെ സേവിക്കുന്നതും ശക്തമായി വിലക്കുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് 24-ാം അധ്യായത്തിൽ അവർ നിയമരക്തത്തിന്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞയെടുത്ത് ദൈവത്തെ സേവിക്കുമെന്ന് ഉറപ്പുകൊടുത്തത് നമുക്ക് കാണാം. ഇനി 24-ാം അധ്യായത്തിൽ അഹരോൻ, നാദാബ്, അബീഹു എന്നിവരും 70 ഇസ്രായേൽ മൂപ്പന്മാരും പർവ്വതത്തിൽ കയറിച്ചെന്ന് ദൈവത്തിന്റെ സാന്നിധ്യവും സർവശക്തിയും അനുഭവിച്ചവരാണ്. അവരും ദൈവത്തെ കണ്ടത് കാളക്കുട്ടിയായിട്ടല്ല, സർവശക്തനായ ദൈവമായിട്ടാണ്. ഇവരുടെ മേൽ മോശയ്ക്ക് ലഭിച്ച അഭിഷേകത്തിന്റെ ഭാഗം പകർന്നു കൊടുക്കുക വഴി ഇസ്രായേൽ ജനത്തെ നടത്തുവാൻ ഈ നേതാക്കന്മാരെ ദൈവം അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ സത്യദൈവത്തെ സേവിക്കുവാനുള്ള സകല സാഹചര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തിട്ടാണ് ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചത്. പക്ഷെ 40 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജനതയുടെ ഉള്ളിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായി. ഇനി ഞങ്ങളെ ആര് നയിക്കും? ആ പ്രതിസന്ധി അഹരോന്റെ മുമ്പിൽ എത്തുകയും സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ അഹരോൻ അവരുടെ എല്ലാ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചെടുത്തിട്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുകയും ചെയ്തു. അഹരോൻ മോശയോട് പറഞ്ഞതുപോലെ ഞാൻ ഇതെല്ലാം എടുത്ത് തീയിലോട്ടിട്ടു, ഒരു കാളക്കുട്ടി പുറത്തു വന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അഹരോന്റെ മനസ്സിൽ കാളക്കുട്ടിയുടെ ഒരു ദൈവസങ്കല്പം ഉണ്ടായിരുന്നു. അതാണ് അഹരോൻ വാർത്തുണ്ടാക്കിയ കാളക്കുട്ടി. എവിടെയാണ് ഇസ്രായേൽ ജനതയ്ക്കും അഹരോനും പിഴച്ചത്? ഈ കാളക്കുട്ടി എങ്ങനെയാണ് അഹരോന്റെ മനസ്സിൽ കടന്നുകൂടിയത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മിസ്രൈമിന്റെ ഒരു ദൈവസങ്കല്പമായിരുന്നു കാളക്കെട്ടി എന്നുള്ളത്. ദൈവം അത്ഭുതങ്ങളാൽ അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരിക്കലും കാണുകയില്ല എന്ന ഉറപ്പോടുകൂടെ അവരെ ചെങ്കടൽ കടത്തി ദൈവത്തിന്റെ ന്യായവിധി ചെങ്കടലിൽ മിസ്രൈം അനുഭവിച്ചു. ഇങ്ങനെ മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ട ജനതയായിരുന്നു അവർ. എങ്കിലും അവരുടെ ഉള്ളിൽ ആ മിസ്രൈമ ദൈവസങ്കല്പങ്ങൾ, ആ കാളക്കുട്ടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു പ്രതിസന്ധി വന്നപ്പോൾ അത് പുറത്തു വന്നു. സത്യത്തിൽ അഹരോനും മറ്റ് നേതാക്കന്മാരും ആരും മോശയിൽ നിന്ന് ഒന്നും പഠിച്ചില്ല. മോശയുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ വന്നതാണ്, ഇതിനേക്കാൾ വലിയ സമ്മർദ്ദങ്ങൾ വന്നതാണ്. ചെങ്കടലിന്റെ മുമ്പിലും മാറയിലെ കയ്പുവെള്ളത്തിന്റെ മുമ്പിലുമൊക്കെ വലിയ പ്രതിസന്ധികൾ മോശയും അനുഭവിച്ചു. പക്ഷെ അപ്പോഴൊക്കെ മോശ സത്യദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തി അവിടെയെല്ലാം ദൈവത്തിന്റെ അത്ഭുതം ഇസ്രായേൽ കണ്ടു. എന്നാൽ ഇവിടെ അഹരോൻ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതിന് പകരം
ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിക്കുന്നതിന് പകരം തന്റെ ഉള്ളിൽ എവിടോ ഉറങ്ങിക്കിടന്ന ഒരു സങ്കല്പത്തെ ഉണർത്തി ഒരു കാളക്കുട്ടിയാക്കി ഇസ്രായേൽ എല്ലാം അതിന്റെ മുമ്പിൽ ആരാധിച്ചു. അവർ ശിക്ഷാവിധിയിൽ അകപ്പെടുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളിൽ നമ്മൾ സത്യദൈവത്തിങ്കിലേക്ക് മാത്രം നോക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങളുടെ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. സർവശക്തനായ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പ്രതിസന്ധിയുടെ മുമ്പിൽ അഹരോനെ പോലെ നമ്മുടെ ഉള്ളിൽ എവിടെ ഉറങ്ങിക്കിടക്കുന്ന അന്യദേവന്മാരെ കൈക്കൊള്ളുന്നുവെങ്കിൽ, ആരാധിക്കുന്നുവെങ്കിൽ, ബൈബിൾ പറയുന്നു അന്യദൈവങ്ങളെ കൈക്കൊള്ളുന്നവരുടെ, അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും. ആകയാൽ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ അന്യദൈവങ്ങളിലേക്ക്, അന്യദേവന്മാരിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മടങ്ങി വരാനുള്ള അവസരമാണ്. ഓരോ പ്രതിസന്ധിയും ദൈവപ്രവർത്തിയുടെ, ദൈവിക അത്ഭുതങ്ങളുടെ ഒരു അവസരമാക്കി മാറ്റണം. ഒരിക്കലും അന്യദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള അവസരമാക്കി അതിനെ അധപ്പതിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.